60ന്റെ നിറവിലാണ് ശ്രീകൃഷ്ണ ഓയിൽ മിൽസ്. സ്വന്തം ചക്കിലാട്ടിയ ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ശ്രീകൃഷ്ണ ഓയിൽ മിൽസിന്റെ പ്രത്യേകത. പരിശുദ്ധിയുടെയും പരസ്പര വിശ്വാസത്തിൻ്റെയും അനേകമനേകം സ്നേഹവർഷങ്ങൾ ഇനിയും നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. പൊള്ളുന്ന ചൂട്, പുറത്തിറങ്ങിയാൽ ആകെ കരിഞ്ഞു പോകുന്ന പോലെ. ഇത്രയും കൊടും ചൂട് അനുഭവിച്ചിട്ടില്ല കോട്ടയം ഇതുവരെ. ഈ ജില്ലയിൽ മാത്രമല്ല, സംസ്ഥാനത്താകെയും ഇത്തരത്തിലുള്ള അത്യുഷ്ണം ആദ്യമായിട്ടാണ്. കഴിഞ്ഞ വർഷം ചൂടുണ്ട്, ഇത്രയില്ലായിരുന്നു. ചൂട് ഭയങ്കര കൂടുതല. ഇരിക്കാതിരിക്കാൻ പറ്റിയതുകൊണ്ട് ഇരുന്ന് പോകുന്ന. പെട്ടെന്ന് പൂ ചീത്തയായിട്ടു, മുല്ലപ്പൂ ചീത്തയായിപ്പോ. മാലകൾ കണ്ടു, ഇന്നലെ വൈകുന്നേരം വന്ന പെട്ടെന്ന് ചീത്തയായിട്ടു ചൂടിന്റെ കൂടുതലുകൊണ്ട്. കൊടും ചൂട് പുഷ്പവ്യാപാരത്തെയും പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ മങ്ങുന്ന പൂവൊന്നും ആരും മേടിക്കത്തില്ല. ഇതുണ്ടല്ലേ, വിലക്കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ കല്യാണ സീസണൊന്നും അല്ലാത്തതുകൊണ്ട് ചിലവ് മടുപ്പ്. പിന്നെ ചൂട് നമ്മൾ അധികമായി ബാധിച്ചിരിക്കുന്നു. ആൾക്കാരില്ല, ഏകാര്യം ഇറങ്ങുന്നില്ല. അതൊക്കെ തന്നെ കച്ചവടത്തെ ബാധിച്ചിരിക്കുന്നത്. ചൂട് കൂടുതൽ കാരണം ആകപ്പാടെല്ലാം പ്രശ്നങ്ങളിലാണ്. കച്ചവടം വളരെ മോശമാണ്. ഇതൊക്കെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഓർക്കപ്പുറത്ത് വന്നൊരു ചൂടാകും. ഇത്രയധികം ചൂട് ഇത്ര നാളായിട്ടുണ്ടായിട്ടില്ല. പ്രവാസ ജീവിതത്തിലെ ഉയർന്ന താപനിലയേക്കാൾ അസഹനീയമാണത്രേ ഇവിടുത്തെ ചൂട്. ഞാനൊരു 10 വർഷം മുമ്പ് കുവൈറ്റിൽ 52 ഡിഗ്രി ചൂട് വിലയിടുന്നതാണ് ജോലി. പക്ഷേ ഇത്രയും ബുദ്ധിമുട്ട് നമുക്ക് തോന്നിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ചൂടിനെ പോലെ. അത് ഇതോട്ട് കമ്പയർ ചെയ്തിട്ട് ഒരുപാട് വ്യത്യാസമാണ്. ഇവിടുത്തെ ചൂട് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. ഇത്രയും ചൂടിൽ ഞാൻ അവിടെ ജോലി ആയിട്ട് ഇത്ര തളർച്ച ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 1.5 വർഷം കഴിഞ്ഞ് ചെറിയ ചെറിയ ബിസിനസ്സും പച്ചക്കറി കൃഷിയും കാര്യങ്ങളും കച്ചവടമൊക്കെ ആയിട്ട് കൂടിയേക്കുവാണ്. വിൽക്കാൻ കൊണ്ടുവന്ന് ചീരയാണ്. ഞങ്ങളുടെ നാട്ടിൽ തന്നെ സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നതാണ്. ചൂട് കാരണമുള്ള ദാഹം ശമിപ്പിക്കാൻ ആളുകൾ കൂടുതൽ വെള്ളം കുടിക്കുന്നുണ്ട്. അത്യുഷ്ണമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചൂട്. ഇത്രയും ചൂട് ഒരിക്കലും ഉണ്ടായിട്ടുമില്ല. ഈ ചൂട് കൂടുന്നതോറും വെള്ളം കുടി കൂടുതലുണ്ട്. അതനുസരിച്ച് സാധാരണ ഭക്ഷണം കഴിപ്പ് കുറവും വെള്ളം കുടി കൂടുതലും. അപ്പോൾ അതനുസരിച്ചുള്ള വെള്ളം കുടി ഇവിടെ അതിനുള്ള ഇതൊക്കെ നടക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ആളുകൾ സ്ഥിരം വരുകയും ഒരെണ്ണം കുടിച്ചുകൊണ്ടിരിക്കുന്ന 4ഉം 5ഉം ഒക്കെ ആളുകൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്കുള്ള അത്രയേറെ കഠിനമായ ചൂടാണെന്നുള്ളത് മനസ്സിലാക്കാമല്ലോ. എല്ലാവരും പ്രതീക്ഷയിലാണ് വർഷമേഘങ്ങളുടെ സാന്നിധ്യത്തിനായി.